നമ്മൾ വരാൻ 1 മിനിറ്റോടെ വൈകിയായിരുന്നെങ്കിൽ തവണക്കടവിലേക്കുള്ള 9 മണിയുടെ ജങ്കാർ നമുക്ക് കിട്ടത്തില്ലായിരുന്നു. ജങ്കാർ എടുക്കാൻ കറക്റ്റ് സമയമായപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ബോട്ടിലൊക്കെ കയറിയിട്ടുള്ള മച്ചന്മാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് പറ്റുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ എത്തി ടിക്കറ്റ് എടുത്തപ്പോഴും 9 മണിയുടെ ജങ്കാറിന് നമുക്ക് പോകാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നിയത്. ജങ്കാറിലെ ആപ്പാട് ഇനി ആ മുക്കത്തെ കുറച്ച് സ്പേസോടെ ഉണ്ടായിരുന്നുള്ളൂ. ജങ്കാറിലെ ചേട്ടൻ നമ്മൾ വന്നേക്കണ ഓട്ടോ ആയതുകൊണ്ട് മാത്രമാണ് കയറിക്കോളാൻ പറഞ്ഞത്. അല്ലെങ്കിൽ 9 മണിയുടെ ജങ്കാറിന് വരാൻ 10 മണിയുടെ ജങ്കാർ വരാൻ കാത്തിരിക്കേണ്ട വന്നേനെ. 1 മണിക്കൂർ ഡിലേ ആവണ കേസാണ്. ഒരു ജങ്കാറും കൂടി ഈ ഒരു സ്പോട്ടിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ജങ്കാർ സർവീസ് ഒക്കെ മെച്ചപ്പെട്ടേനെ. അല്ലെങ്കിൽ ഈ ഒരു ജങ്കാർ തവണക്കടവിൽ നേരെ തിരിച്ച് വൈകി എത്തുമ്പോൾ 1 മണിക്കൂർ കഴിയും. അത് പിന്നെ യാത്രക്കാർക്കൊരു ബുദ്ധിമുട്ടാവേ. 10 മണിയൊക്കെ ആകാൻ പോവുകയാണെങ്കിലും നല്ലൊരു വെയിൽ തന്നെ സൂര്യനിൽ നിന്നുണ്ട്. 10 മണിയൊക്കെ ആകാൻ പോണതിന്റെ ആ വെയിലും ഉച്ചത്തെ ആ കാറ്റും കണക്കിലെടുത്ത് ജങ്കാറിന്റെ പുറത്തിറങ്ങി നിൽക്കുന്ന കാര്യം കണക്കാണ്. ബോട്ടിലാണെങ്കിൽ അത്രയും കുഴപ്പം ഉണ്ടാവത്തില്ല. ഏകദേശം നമ്മൾ വൈക്കത്ത് നിന്ന് തവണക്കടവ് ബോട്ട് ജെട്ടിയിലേക്ക് എത്തിയപ്പോഴത്തേനും 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ജങ്കാറിലൊക്കെ കാർ ഓട്ടോറിക്ഷ ഒക്കെ കയറ്റുമ്പോൾ റിവേഴ്സിലിട്ട് കയറ്റി എളുപ്പമായിരിക്കും. ഇറങ്ങുമ്പോഴത്തേനും പിന്നെ ഇച്ചിരി എളുപ്പം ഉണ്ടാവുകയെ. ഞങ്ങൾക്ക് വൈക്കത്ത് നിന്ന് പെട്ടെന്ന് ബോട്ട് കിട്ടിക്കൊണ്ട് റിവേഴ്സിൽ എടുക്കാൻ പറ്റിയില്ല. അതിന്റെ ഒരു ചെറിയ കഷ്ടപ്പാട് തവണക്കടവ് എത്തിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ നിന്ന് ഇറക്കിയപ്പോഴത്തേനും പിന്നെ റിവേഴ്സ് ഇട്ട് ഇറക്കേണ്ട വന്നേ. ശേഷം വീട്ടിൽ പോയി തിരിച്ചു വന്ന് 11 മണിയുടെ ജങ്കാറിന് കയറാൻ പോയപ്പോൾ നമ്മുടെ കൂടെ ഇനി കയറാനുള്ള വണ്ടികളുടെ തിരക്കാണ് ഇത്രയും. ഈ ഒരു തവണക്കടവ് ഭാഗത്തേക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ബസ് സർവീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് ചേർത്തല ഭാഗത്തേക്കുള്ള ബസ്സുകളുടെ എണ്ണമാണ് അളവിൽ ഏറ്റവും കൂടുതൽ. ജങ്കാർ വരാൻ സമയമായിട്ടില്ലെങ്കിലും ജങ്കാറിനുള്ള ടിക്കറ്റ് എടുത്താണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ജങ്കാർ വരാൻ സമയമായാലും ടിക്കറ്റ് കൗണ്ടർ പെട്ടെന്ന് ഓപ്പൺ ചെയ്യും. ജങ്കാർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ടിക്കറ്റ് കൊടുത്ത് വരെ കയറിയാൽ മാത്രം മതിയേ. ഹെവി ലോഡായിട്ടുള്ള വണ്ടി വല്ലതും വന്നാലാണ് പിന്നെ പ്രശ്നം. പിന്നെ കൂടുതൽ വണ്ടി ഒന്നും ജങ്കാർ കയറ്റാൻ പറ്റിയെന്ന് വരില്ല. ജങ്കാർ സർവീസ് പെട്ടെന്നില്ലെങ്കിലും ബോട്ട് സർവീസ് വളരെ വേഗത്തിലാണ് ഇവിടെ നടക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം 8 മണിയായാലും ഇപ്പൊ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകുന്ന സമയം 11 മണി കഴിഞ്ഞിട്ടാണ്.